നമസ്കാരം. ദർശന ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഫലമി യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ഒരു എമിറേറ്റായ ഷാർജയിലാണ്. ഷാർജയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലമാണ് റോള. മലയാളികളെ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമാണ് റോള. ഒരു ബിസിനസ് സെൻ്ററാണ്. അതിനടുത്തുള്ള മുതീന എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുവാൻ പോകുന്ന വ്യക്തി തിരുവനന്തപുരം ജില്ലയിലെ അഴൂർ എന്ന ഗ്രാമത്തിൽ നിന്നും ഏതാണ്ട് 40 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച വി രവീന്ദ്രൻ സാറാണ്. ദുംറ എന്ന കപ്പൽ യാത്ര തിരിച്ച് ദുബായ് പോർട്ടിൽ വന്നിറങ്ങുകയും ഒരു ജോലി എന്ന സ്വപ്നവുമായി അതിൽ ആ ജോലിയുടെ ഈ പ്രദേശത്തിൻ്റെ ഈ മണലാരണ്യത്തിൻ്റെ ഇവിടുത്തെ ഓരോ മലയാളികളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച ഒരു മണ്ണാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അതുപോലെ തന്നെ ഒട്ടനവധി ആൾക്കാരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റ സ്ഥലവും ഈ ദുബായ് തന്നെ. അത് ഓർക്കാതിരിക്കാൻ പറ്റില്ല. ഒരാൾക്ക് ആത്മാർത്ഥമായി ജോലി ചെയ്താൽ വിജയിക്കാൻ കഴിയുകയും അതുപോലെ തന്നെ ഒരാൾക്ക് നശിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ദുബായ്. ഇവിടെ കഠിനാധ്വാനത്തിൻ്റെ, ആത്മാർത്ഥതയുടെ, സ്നേഹത്തിൻ്റെ ഒരു നീണ്ട കഥയാണ് ഡേവിസ് സാറിന് പറയാനുള്ളത്. അതിനു മുമ്പ് ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം. ദുംറ എന്ന കപ്പൽ 1972 ഫെബ്രുവരി 28. യെസ്. ഇനി ഒരു 2 മാസം കൂടെ കഴിഞ്ഞാൽ 42 വർഷം. യെസ്, 42 കൊല്ലം. 42 കൊല്ലത്തെ ജീവിതാനുഭവം. അൽഹംദുലില്ലാ, ദൈവം എനിക്ക് ഇതുവരെ സുഖങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. ഈ 42 വർഷവും ഞാനിവിടെ ജോലി തേടി വരുമ്പോഴത്തേക്ക് എനിക്കൊരു ജോലി അറിഞ്ഞുകൂടാ. ഞാനൊരു ഗ്രാജുവേറ്റാണ്, ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നല്ല, ഒരു ജോലി അറിഞ്ഞുകൂടാ. ഞാൻ ബോംബെയിൽ വരുമ്പോൾ എൻ്റെ ഫ്രണ്ട് ചോദിച്ചു, നീ അവിടെ പോയി എന്ത് ചെയ്യും? അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് ജോലി ചെയ്യും. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു കാര്യം ഞാൻ മനസ്സിൽ കൂട്ടി, 1 രൂപ ആയിരുന്നു കടം വാങ്ങില്ല, എന്ത് പണിയും ചെയ്യും എന്ന ഒരു ദൃഢനിശ്ചയത്തോടെ ഒരുപാട് വളരെ കഷ്ടപ്പെട്ട്. അന്ന് എൻ്റെ അച്ഛൻ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് പ്രയാസങ്ങളൊന്നുമില്ല, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്. പക്ഷേ അച്ഛനും കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ വിഷമം മാത്രമേ എനിക്കുള്ളൂ. അന്ന് പ്രവാസികൾ 72-70 കാലഘട്ടങ്ങളിൽ വരുന്നത് 2 കപ്പലാണ്. ഒന്ന് ദ്വാരക, ഇതുകൊണ്ടേ ഉള്ളൂ. അതിനു മുമ്പ് നമ്മുടെ മലയാളികൾ വന്നുകൊണ്ടൊരു ലോഞ്ചിലാണ് എല്ലാവരും. അപ്പോൾ കാലഘട്ടം മാറി വിമാനത്തിലായി. പിന്നെ വിമാനത്തിലായി ഡെയിലി പോയി വരുന്ന സംവിധാനത്തിലേക്ക് പോകും. പക്ഷേ ഇന്നും മലയാളികൾ അനുഭവിക്കുന്ന ഒരു ഇവിടുത്തെ ഏറ്റവും വലിയ എന്തു പറയാൻ ആ ഒരു അവസ്ഥയ്ക്ക് യഥാർത്ഥ കാരണം സാറിൻ്റെ തലമുറയല്ലേ? അതായത് ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ജനങ്ങൾ തമ്മിൽ ഒരു സ്നേഹമുണ്ടായിരുന്നു. അതിന് ദേശമോ ഭാഷയോ ജാതിയോ മതമോ ഇല്ലായിരുന്നു. നമ്മുടെ യുവത്വം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യുവാക്കളായ നമ്മൾ അത് യഥാർത്ഥ സംബോധന എന്ന അളിയെന്നാണ്. അത് മുസ്ലിമാവാം, ക്രിസ്ത്യാനിയാവാം, ഹിന്ദുവാവാം, മലപ്പുറത്തുകാരനാവാം, തിരുവനന്തപുരത്ത് ആരും അങ്ങനെ ഒന്നുമില്ല. ഒരു റൂമിൽ താമസിക്കുന്ന എല്ലാവരും തമ്മിൽ അത്ര ദേശത്തിൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ ഭാഷയുടെ പേരിലോ യാതൊരു വ്യത്യാസമില്ലാതെ ജീവിച്ച ഒരു കാലഘട്ടത്തിൽ ജനിച്ചതിൽ ഞാനിന്ന് അഭിമാനം കൊള്ളുകയാണ്. ആ കാലഘട്ടങ്ങളിൽ സ്നേഹത്തിൻ്റെ, ഒത്തൊരുമയുടെ ഭയങ്കരമായ അതിൻ്റെ വില ഇത് മനസ്സിലാക്കി പറയാതിരിക്കാൻ ഒക്കില്ല. കാര്യം ഈ ലോകത്ത് എവിടെ പോയാലും ഇത്രയും സമാധാനവും സത്യസന്ധവുമായൊരു സ്ഥലം ഇല്ല. കാര്യം ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ട് പറയുകയാണ്, ഈ ഭൂമി ഒരു സത്യമുള്ള ഭൂമിയാണ്. എനിക്ക് ഒരു വാക്കേ പറയാം, ഇവിടെ ഒരു തുള്ളി കണ്ണുനീര് നിങ്ങളിവിടെ വീണിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥ കണ്ണുനീരാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചിരിക്കും. ഡെഫിനറ്റ് 100% എഴുതിത്തരാം. പക്ഷേ വഞ്ചിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും വഞ്ചിക്കുകയോ ധിക്കാരിക്കുകയോ അഹങ്കരിക്കുകയോ ചെയ്താൽ നിങ്ങളൊന്ന് കരഞ്ഞിട്ടേ പോവും. അതാണ് ഈ മണ്ണിൻ്റെ ഗുണമാണ്. അധ്വാനിക്കുന്നവന് എന്നും സ്വർഗമാണ് ഇവിടെ. അതുപോലെ ഇവിടുത്തെ ആൾക്കാർ ദ ബെസ്റ്റ് പീപ്പിൾ ഇൻ ദ വേൾഡ്. മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള ഒരു വലിയ മനസ്സ് അവിടെയാണ്. ദേ ആർ റെസ്പെക്ടിങ് അസ്. ആ ഒരു മനസ്സ്. പക്ഷെ അവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു കാര്യമുണ്ട്, നമ്മളവിടുത്തെ സത്യസന്ധനായിരിക്കണം. എക്സാക്ട്ലി. ഇവിടുത്തെ എനിക്ക് ഇന്നിപ്പോൾ ഇന്ത്യയിൽ ജനിച്ച് കേരളത്തിൽ വളർന്ന് ഒരുപാട് മിനിസ്റ്റേഴ്സും അവരെല്ലാം നമ്മൾ ആരെയും കണ്ടില്ലാത്ത ആൾക്കാരാണ് ഞാൻ. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഹൈനസിന് നേരിട്ട് കാണാനുള്ള ചാൻസ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഫോട്ടോ എടുക്കാൻ ചാൻസ് ഉണ്ടായിട്ടുണ്ട്. ഇന്നും മലയാളികൾക്ക് അറിയാൻ പറ്റിയൊരു കാര്യമുണ്ട്,
ഈ എല്ലാ ഈദിനും നമുക്ക് അദ്ദേഹത്തിനടുത്ത് പോയി സമ്പാദിക്കാം, കൈ കൊടുക്കാം, സംസാരിക്കാം. ആ ഒരു സ്വാതന്ത്ര്യം ഈ ലോകത്ത് എവിടെയുണ്ട്? ഞാൻ എല്ലാ ഈദിനും പോവും, അദ്ദേഹത്തിനെ കാണും. അങ്ങനെ ദുംറ എന്ന കപ്പലിൽ ആദ്യമായിട്ട് ദുബായ് പോർട്ടിൽ വന്നിറങ്ങി ഒരു ജോലി എന്ന സ്വപ്നവുമായി, ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു, ഒരുപാട് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് ചെറുപ്പമാണ്, അന്ന് ഗുണമുണ്ടാക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അന്ന് വരുമ്പോൾ ഒരു കാര്യമുള്ളൂ, എങ്ങനെയെങ്കിലും ഒരു 2 വർഷം കഴിയണം നമുക്കിടന്ന് പോകണം. അതാണ് നമ്മളെ മനസ്സിൽ. ആ 2 4 4 8 8 16 16 32 32 ഞാൻ 64 വരെ ആയാലും പോകില്ല. കാരണം ശരി, നാട്ടിൽ പോയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അത്രത്തോളം ഈ നാടിനെ ഇഷ്ടപ്പെടുക. ഏത് പേരിൽ നിങ്ങൾക്ക് ആഹാര വഴിയായാലും, നിങ്ങൾക്ക് ഗതാഗതത്തിലെടുത്താലും, മറ്റിവിടെ നിയമപരമായിട്ടായാലും എല്ലാ സ്ഥലത്തിലും നമ്മൾ സെക്യൂറാണ്. ഇല്ല, നല്ലവനാണെങ്കിൽ നിനക്കെല്ലാം ദൈവം ഒന്ന് ഉത്തരവിടുത്ത. ഇതാണെന്നാണ് ഞാൻ പറഞ്ഞത്, സത്യമുള്ള സ്ഥലം എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് കിട്ടും, എല്ലാം കിട്ടും. ബിക്കോസ് ഞാൻ വന്നതൊരു വളരെ പാവപ്പെട്ട ഫാമിലിയിൽ നിന്നാണ്. എത്ര അംഗങ്ങളായിരുന്നു സാർ കുടുംബത്തിൽ? സാർ മൂത്ത ആളായിരുന്നു? ഞാൻ മൂത്ത ആളാണ്. എനിക്ക് ഒരു ബ്രദറും ഒരു സിസ്റ്ററും. എൻ്റെ അച്ഛൻ്റെ കുട്ടിയിലെ ഒരു 6 മാസം പ്രായമുള്ളപ്പോൾ സിംഗപ്പൂർ പോയിട്ട് പിന്നെ വരുന്നത് 8 വയസ്സിലാണ്. അന്ന് സിംഗപ്പൂർ പോകുന്ന ആൾക്കാരാണ്. പക്ഷേ ഞങ്ങൾ വന്ന വളരെ പാവപ്പെട്ട കുടുംബത്തിലാണെങ്കിലും എൻ്റെ അച്ഛൻ്റെ കർണാടകം കൂടി ഞാൻ പഠിച്ചു. പിന്നെ ചിറയൻകീഴ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. 10ാം ക്ലാസ് വരെ പഠിച്ചു. വർക്കല സംഘാളയിൽ BSc പാസ്സായി. കാർത്തികൻ ഇവരെല്ലാം ആ ടൈമിലാണ് നമ്മളെല്ലാം പഠിച്ചത്. പിന്നെ വിദ്യാഭ്യാസം മുമ്പോട്ട് പോകാനുള്ള പ്രയാസവും ഒരു ജോലി കിട്ടാനുള്ള പാടും. ഞങ്ങളന്ന് 6 പേരുണ്ടായി. 6 പേരിൽ 2-3 പേർക്ക് അന്ന് ഈ PSC ടെസ്റ്റ് ജോലി കിട്ടി. അപ്പം ഞാൻ ഒറ്റയ്ക്കായി. പിന്നെ എനിക്ക് വലിയ അങ്ങനെ ഫാദറിൻ്റെ അദ്ദേഹം പറഞ്ഞാണ് ഫാദറിനെ ഇവിടെ കൊണ്ടുവരുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ വന്നുകൊണ്ട് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് നഷ്ടങ്ങളൊന്നുമില്ല, സന്തോഷം. 1972 ബോംബെ എന്ന് ദുംറ എന്ന കപ്പലിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ഒരു വലിയൊരു അതിഥിയും കൂടെ ഉണ്ടായിരുന്നു. വലിയ ബിസിനസ്സാണ്. യൂസഫ് അലി ഷിപ്പിലുണ്ട്, ദുംറയിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോർട്ടിൽ വന്ന് ദുബായ് പോർട്ടിൽ വന്ന് ഇറങ്ങി നേരെ പോകുന്നത് അല്ല, ദുബായ് പോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കാര്യമുണ്ട്. ഞാൻ ദുബായ് പോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു പൈസ പോലും ഇല്ല, ഒരു നയ പൈസ ഇല്ല എൻ്റെ കയ്യിൽ. പോർട്ടിൽ ഇറങ്ങി നിൽക്കുക. അപ്പം അന്നൊരു ഗുണമുള്ള വെച്ചാൽ പോർട്ടിൽ കപ്പൽ വന്നാൽ നിറയെ ആൾക്കാർ വരും, ആൾക്കാരെ കാണാനായിട്ട്. ഈ കൂട്ടത്തിൽ എൻ്റെ ഒരു ഏറ്റവും ചിറങ്ങിയുടെ അടുത്തുള്ള ഒരു മുസ്ലിം സഹോദരൻ ഉണ്ടായിരുന്നു. അവൻ വന്ന്, അവൻ എൻ്റെ ചെറുതാണ്, രവിയണ്ണാന്ന് പറഞ്ഞ ഓടി തന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അവൻ എന്നെ കൊണ്ടുപോയി ആദ്യത്തെ ഊണ് എനിക്ക് വാങ്ങിച്ചു തന്നു. ആ ടേസ്റ്റ് ഇന്ന് ഞാൻ മറക്കില്ല. ആ ഒരു ഊണിൻ്റെ ടേസ്റ്റ് എന്നെ അത്ര സ്നേഹമായിട്ട് കൊണ്ടുവന്ന് എന്നെ ആഹാരം വാങ്ങിച്ചു തന്നിട്ട് എൻ്റെ മറ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് കൊണ്ട് പരിചയപ്പെടുത്തിയാൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അലൈനിലേക്ക് സാർ പോയി. അലൈനിൽ എൻ്റെ ഫാദർ ഉണ്ടായിരുന്നു. അപ്പോൾ അലൈൻ്റെ അടുത്ത് പോയി. അവിടെ ചെന്നിട്ട് ഫാദറിൻ്റെ ജോലി, ഫാദർ മെക്കാനിക്കായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കൊരു മാനസാന്തരം ഉണ്ടായി. കാരണം ഫാദർ സിംഗപ്പൂരായിരുന്നപ്പോഴത്തേക്ക് കുറച്ചധികം പൈസകളായിരിക്കും, അതൊക്കെ ഞാൻ കുറച്ച് അടിച്ചു നിർത്താം. നമ്മൾ പഠിച്ചിട്ട് വില അറിയാം. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഫാദർ ഉണ്ടാക്കിയ പാഷൻ്റെ ആ ഒരു വാല്യൂ ഞാൻ മനസ്സിലാക്കുന്നത്. അതെനിക്ക് മാനസാന്തരമായി. പിന്നെ എനിക്ക് ഫാദറിനെ കൊണ്ട് പണി ചെയ്യിക്കണമെന്ന് ആഗ്രഹമില്ല. എത്രയും വേഗം ഫാദറിനെ അയക്കണമെന്നുള്ളൊരു നാട്ടത്തിലാണ് ഞാൻ പോയത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ആദ്യമൊക്കെ ജോലിക്കെല്ലാം ട്രൈ ചെയ്തു. പക്ഷെ നമുക്കൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ പഠിച്ച് നമ്മളെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ ഭാഷ അറിയാമെന്നുള്ള ഒരു ടെക്നിക്കലായിട്ട് ഒന്നും അറിഞ്ഞുകൂടാ. ഒരു ടൈപ്പ് റൈറ്റ് അടിക്കാൻ പോലും അറിഞ്ഞുകൂടാ. ആദ്യം ഒരു ബാങ്ക് ജോലി കിട്ടി ടൈപ്പ് റൈറ്റിംഗ് എന്നതൊക്കെ ഈ ടൈപ്പ് റൈറ്റിംഗ് അയാൾ എനിക്ക് ഇൻ്റർവ്യൂ ഒന്ന് ഇംഗ്ലീഷ് പത്രം വായിക്കുന്നത്, പത്രം വായിച്ചു അയാൾ എടുത്തു. പക്ഷേ എനിക്ക് ടൈപ്പ് അറിഞ്ഞുകൂടാ. അവിടെ നിന്ന് പറഞ്ഞു വെച്ചു. അങ്ങനെ പല പല ജോലികളും നോക്കിയിട്ടും നടക്കാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് പിന്നെ ഞാൻ എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ഈ സർട്ടിഫിക്കറ്റെല്ലാം കൂടെ പെട്ടിക്കകത്ത് ഞാൻ പൂട്ടി. എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണെന്ന് വെച്ചു. പക്ഷെ അവിടെ നിന്ന് എനിക്ക് ദൈവം ആദ്യം ഒരു ഡച്ച് കമ്പനിയിൽ പണി കിട്ടുന്നു. എന്തായിട്ട് ഡച്ച് കമ്പനിയിൽ ചെന്ന് ആദ്യം ഞാൻ അയാളുടെ വേക്കൻസി ചോദിച്ചു. അതിൽ ഇന്നും ചിരിച്ചു. ഞാനൊരു വേക്കൻസി തന്നെ, സാർ യു ഹാവ് എനി വേക്കൻസി എന്ന് ചോദിച്ചപ്പോൾ അയാളോട് യെസ് ഐ ഹാവ് എ വേക്കൻസി, യു കം, വാട്ട് യു നോ? ഐ ആം എ ഗ്രാജുവേറ്റ്, ഐ ടോൾഡ് എവരിതിങ്. നോ യു നോ ഹൗ ടു സ്വിം? ഈ ചോദ്യം ചോദിച്ചാൽ ഇവർ നീന്താൻ അറിയാതെ ഞാൻ വിളിച്ചപ്പോൾ എന്നെ കളിയാക്കണമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ യെസ് ഐ നോ, ഓക്കെ ദെൻ ടു കം ടുമോറോ മോർണിംഗ് യു ഹാവ് എ ജോബ്. പക്ഷേ അത് ഡ്രെഡ്ജിങ് കമ്പനിയായിരുന്നു. കടലിൽ കൂടെ പോകുന്ന പൈപ്പിൻ്റെ കൂടെ നടന്നു പോകണം, വീണാൽ ചത്തു പോകും. അത് നീന്താനെങ്കിൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാണ്. പക്ഷെ ആ ഒരു കമ്പനി എന്നെ വളരെ വലുതാക്കി. അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടി എനിക്ക്. സാറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആദ്യം സമ്മാനിച്ചത് ഒരു സൈക്കിളാണ്. എനിക്ക് ലൈസൻസ് ഇല്ല. അവിടെ നിന്ന് ഞാൻ പടിപടി ഉയർന്നു. എനിക്ക് അവിടെ നിന്ന് എന്നെ അദ്ദേഹം റാസക്കമ്മൽ അയപ്പിച്ചു. അവിടെ നിന്ന് നാട്ടിൽ പോകുന്ന 75 മെയ് 2 കല്യാണം കഴിക്കുന്നു. ഇവിടെ നിന്നാണ് പോകുന്നത്? ഞാൻ കല്യാണം ചിറങ്ങി തന്നെ. അവിടെ നിന്ന് നേരെ തീയെ വരുന്നു. റാസക്കമ്മൽ ഞാൻ 2 മാസത്തിന് എൻ്റെ ഫാമിലി വരുന്നു. അങ്ങനെ 76 ഒക്ടോബറിൽ എൻ്റെ മൂത്ത മകൾ ജനിക്കുന്നു.
ഇവിടെ റാഷ് ഹോസ്പിറ്റലിൽ ജനിച്ചു. പിന്നെ അങ്ങനെ 4 കുട്ടികൾ, 4 ഇവിടെ തന്നെ ജനിച്ചു. മൂത്ത മകളുടെ പേര്? മൂത്ത മകളുടെ പേര് രേഷ്മ രവി, ഡോക്ടർ രേഷ്മ രവി. രണ്ടാമത്തെ രേഖ രവി, അവരുടെ അക്കൗണ്ടൻ്റാണ്, ഹസ്ബൻഡ് ഡോക്ടറാണ്. മൂത്ത മകളുടെ ഹസ്ബൻഡ് ഡോക്ടറാണ്, അവർ 2 ഡോക്ടേഴ്സാണ്. മൂന്നാമത്തത് റീമ രവി, അവളെ ഹസ്ബൻഡ് ഡോക്ടറാണ്, അവർ 2 ഡോക്ടേഴ്സാണ്. 4-മത്തെ എൻ്റെ മകനാണ്, അവൻ്റെ പേര് വിനു രവി, അവൻ ഡോക്ടറാണ്. അവന് കല്യാണം ആയിട്ടില്ല, അത് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കും. വിദ്യാഭ്യാസം എൻ്റെ അച്ഛൻ എനിക്ക് തന്നതിൽ കൂടുതൽ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അതിൽ ഞാൻ സംതൃപ്തനാണ്, പണത്തിലെക്കാലം കൂടുതൽ. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ. യെസ്, നൗ ഐ ആം വെരി സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി. ബിക്കോസ് അവരെല്ലാം പഠിച്ചതുകൊണ്ട്, ഒരു പ്രൊഫഷണലായിട്ട് പഠിച്ചുകൊണ്ട് അവർക്ക് എന്ത് ജീവിക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു. ഈ ഡച്ച് കമ്പനിയിൽ എത്ര വർഷം വർക്ക്? ഡച്ച് കമ്പനിയിൽ ഞാൻ 6 വർഷം വർക്ക് ചെയ്തു. 6 വർഷത്തെ എക്സ്പീരിയൻസ്. 6 വർഷം എനിക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലപോലെ പൈസ ഏൺ ചെയ്യാൻ കഴിഞ്ഞു. നല്ല ഒരു അതായത് നമുക്ക് അറിയാൻ പറ്റിയ ഒരുപാട് കാര്യം പഠിക്കാൻ കഴിഞ്ഞു. ഇംഗ്ലീഷുകാരിൽ നിന്ന്, ഡച്ചുകാരിൽ നിന്നും എങ്ങനെ ആളുമായിട്ട് മൂവ് ചെയ്യണം, എങ്ങനെ ആൾക്കായിട്ട് സംസാരിക്കണം, എങ്ങനെ ഇടപെടണം എന്നുള്ള രീതിയിലെല്ലാം എന്നിട്ട്. അപ്പോൾ അതെനിക്ക് സോഷ്യലി, ഫൈനാൻഷ്യലി ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത രവി എന്ന ഒരു മനുഷ്യനെ മോൾഡ് ചെയ്തെടുത്ത ആ വെള്ളക്കാരൻ ആരെടുത്തു. അവിടെ നിന്ന് സാറ് ഓരോ കമ്പനികൾ, അവിടെ നിന്ന് അവർ തന്നെ ഓരോ കമ്പനികളിലേക്ക്. അതാണ് എനിക്കുള്ള ഗുണമുണ്ടായത്. അവരന്ന് തന്നെ ഷാർജ ഷിപ്പ്യാർഡ് നമ്മളുടെ കമ്പനി ഉണ്ടായിരുന്നു, അവരവിടെ എന്നെ അയച്ചു. അവിടെ ഞാൻ 8-9 കൊല്ലം ജോലി ചെയ്തു. അവിടെ ജോലി കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ആ കമ്പനി വൈൻഡപ്പ് ചെയ്തപ്പോഴത്തെ അവരെന്നെ എന്ത് ചെയ്തു, നേരെ ഷാർജ മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തു. അങ്ങനെ ഷാർജ മുനിസിപ്പാലിറ്റിയിൽ 7 കൊല്ലം ജോലി ചെയ്തു. മുനിസിപ്പാലിറ്റിയിൽ 7 വർഷം. അത് കഴിഞ്ഞിട്ടാണ് സ്വന്തമായ ബിസിനസ് തുടങ്ങി. റെസ്റ്റോറൻറ്റ് ബിസിനസ് തുടങ്ങി. അത് എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു, വെട്ടൂർ ശ്രീധരൻ. അവനാണ് എന്നെ ഈ റെസ്റ്റോറൻറ്റിൽ കൊണ്ടെത്തിച്ചത്. പക്ഷേ ഇത് ഇത്രയും പ്രയാസമുള്ള ജോലിയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് പഠിച്ചപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അത്. എത്ര റെസ്റ്റോറൻറ്റ് തുടങ്ങി? എനിക്ക് ഫുഡ് ആൻഡ് റെസ്റ്റോറൻറ്റ് 4 എണ്ണം ഉണ്ടായിരുന്നു റോഡിൽ. പക്ഷേ പിന്നെ അത് എൻ്റെ കയ്യിൽ നിൽക്കാതായി. കാര്യം എനിക്കൊന്നും പറ്റുന്നില്ല അത്. അങ്ങനെ ഞാൻ അത് വൈൻഡപ്പ് ചെയ്ത് അത് നിർത്തിക്കഴിഞ്ഞിട്ടാണ് ഈ യൂറോപ്പ് ടെക് ഫൈബർഗ്ലാസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ പണി തുടങ്ങിയത്. ഫൈബർഗ്ലാസ് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും അത് തുടങ്ങിയിട്ട്. പക്ഷേ എനിക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ ദൈവത്തിൻ്റെ കാരണം കൊണ്ട് ഒരു തരത്തിലുള്ള പണിക്ക് ഒരു കുഴപ്പമില്ല. ഈ ഫൈബർ ഗ്ലാസ് മാനുഫാക്ചറിങ് ഞാൻ ആദ്യം ചെറിയ ഫൈബർ ഗ്ലാസിൻ്റെ വർക്കുകൾ വെച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന അത്രയും ഈ വലിയ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിനുള്ള ഈ പാനൽ ടാങ്ക്സ് ഉണ്ടാക്കുന്നതാണ്. ഈ 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം വരെ വെള്ളം കപ്പാസിറ്റിയുള്ള ടാങ്കുകൾ ഉണ്ടാക്കുന്നൊരു അതിലേക്ക് മാറി. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യപ്പോൾ അതിൽ നമ്മൾ സ്പെഷ്യലൈസായി. അങ്ങനെയുള്ള വർക്കായപ്പോഴാണ് അവിടെ പിന്നെ ഇതൊരു GRP എന്ന് പറയുന്ന അതിൻ്റെ ട്രേഡിംഗ് ഓഫീസായിട്ട് മാറ്റിയത്. ട്രേഡ് ചെയ്യാനായിട്ട് ഇത് ട്രേഡിംഗ് ആണ്, മറ്റത് മാനുഫാക്ചറിങ്. 2 യൂണിറ്റായിട്ട് നമ്മൾ കൊണ്ടുപോകും. ഈ ഫൈബർ ഗ്ലാസിൻ്റെ റോ മെറ്റീരിയൽ എന്തൊക്കെയാണ്? ഈ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ റെസിനുണ്ട്, ഫൈബറുണ്ട്, പിന്നെ അതിൻ്റെ കുറച്ച് മറ്റ് കെമിക്കൽ, അതായത് കാറ്റലിസ്റ്റുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം പുറത്ത് വാങ്ങിക്കാൻ കിട്ടും. ഒരു മാനുഫാക്ചറിങ് സെക്ടറിലേക്ക് പോകുമ്പോൾ സാർ ആദ്യം ഫേസ് ചെയ്ത കാര്യങ്ങൾ എന്തായിരുന്നു? കാരണം അഫ്കോഴ്സ് ഒരു ഫൈബർ ഗ്ലാസ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ്ങിന് പോകുന്ന സമയത്ത് ഐ വാസ് വെരി ബിഗ് സീറോ. എനിക്കൊന്നും അറിഞ്ഞൂടായിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത അത്രയും എൻ്റെ പഠനമായിരുന്നു. ഇതെങ്ങനെ ഉണ്ടാക്കാം, ഇതിലെന്ന് ലാഭം ഉണ്ടാവും, ഇതിൽ നഷ്ടം വരുന്നത് എങ്ങനെ ഉണ്ടാവും. ആ റണ്ണിങ് പഠിച്ചിട്ട് ആദ്യമായിട്ട് എനിക്കാണ് ഷാർജയിൽ ആദ്യമായിട്ട് PW അബുദാബിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്, അപ്രൂവൽ കിട്ടിയത്. അവിടെ നിന്ന് ഞാൻ കുറേ ജോലി അടിച്ചത്. അബുദാബിയിലൊക്കെ ഒരുപാട് ഈ ലോ കോസ്റ്റ് ഹൗസുകൾ ഗവൺമെൻറ് ഷേഖ് സയ്യിദിൻ്റെ പ്രോഗ്രാം എല്ലാം വന്നപ്പോൾ അതെല്ലാം അങ്ങനെ ഒരുപാട് വർക്കുകൾ ചെയ്ത് പിന്നെ നമ്മളങ്ങ് പഠിച്ചു. ഏത് കാര്യം നമ്മളങ്ങനെയാണ്, നമുക്ക് അത് പഠിക്കേണ്ടി വന്നു. ഇന്നിപ്പോൾ നമ്മളൊരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ പോകാനുള്ളൊരു സംവിധാനം ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു മാനുഫാക്ചറിങ് സെക്ടറിൽ സാറ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു. യെസ്, എൻ്റെ ജോലിക്കാരെന്ന് പറയുന്നതാണ് എൻ്റെ സ്ട്രെങ്ത്. ഓരോ ജോലിക്കാരുടെയും എല്ലാ കാര്യങ്ങളും എനിക്കൊരു മെയിൻ കാര്യമുള്ള എല്ലാ മാസവും കറക്റ്റ് ശമ്പളം കൊടുത്താൽ ഏത് ജോലിക്കാരനും നല്ലവനായിരിക്കും. എത്ര എംപ്ലോയീസ് ആണ് സാറിനുള്ളത്? ഇപ്പം എല്ലാം അവിടെ 60-65 പേരുണ്ട്. പിന്നെ എനിക്ക് വളരെ വലുതാവണമെന്നില്ല. കാരണം എന്നറിയാം, ഇന്ന് ഞാൻ ഹാപ്പിയാണ്. എൻ്റെ
കയ്യിൽ ഒതുങ്ങുന്നതാണ് ഇപ്പോഴും. എൻ്റെ പ്രായത്തിനനുസരിച്ച് ഇന്ന് എൻ്റെ ഒതുങ്ങിയിരിക്കുകയാണ്. ഇനി ഇതിലും വലിയ കാര്യങ്ങളിൽ അടക്കാൻ പോയാൽ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും. കാരണം ഞാൻ ഇവിടെ നിന്ന് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഒരു ദിവസം ഒരു ഓണത്തിന് എൻ്റെ കമ്പനി തീ പിടിച്ചു. അന്ന് പറയാൻ പറ്റാത്ത ദിവസമാണ്. ഞാനത് വലിയൊരു കടത്തിയിരിക്കുന്ന സമയമാണ്. ഓണത്തിന് കാലത്തെ രാത്രി തീ പിടിച്ചു. ഞാൻ നേരം ഇവിടെ കമ്പനിയില്ല. പക്ഷേ ഒരുപാട് നഷ്ടങ്ങൾ. അറ്റ് സെയിം ടൈമിന് എനിക്ക് വലിയൊരു ഓർഡർ വന്ന് കിടക്കുകയാണ്. അത് ഖത്തർ മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഓർഡർ എനിക്ക് കിട്ടി. അത് എൻ്റെ പീസ് അപ്രൂവലായി. എനിക്ക് അവിടെ നിന്ന് പൈസ വരെയാണ്. ഇവിടെ എല്ലാം കത്തിപ്പോയിരിക്കുകയാണ്. ആ രണ്ടെൻഡിനും നമ്മൾ ആലോചിക്കുമ്പോഴേ ഞാൻ നടക്ക് നിൽക്കുകയാണ്. ഈ എന്ത് ചെയ്യണമെന്ന് അറിയാം. ഇവിടെ ഇവരത് പൈസ കൊണ്ടിരിക്കുകയാണ്. എൽ സി ഓപ്പൺ ചെയ്ത് പൈസ എല്ലാം തരാടിയില്ല. പക്ഷേ ഇവിടെ എനിക്കത് അങ്ങോട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല. പക്ഷേ അന്നും എൻ്റെ സ്പോൺസർ എന്നെ താങ്ങി നിർത്തി അതവിടെ ചെയ്യാൻ പറഞ്ഞു. ആ സ്പോൺസറുടെ പേര് തല അൽ മസ്റോയി. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതാണ് ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയൊരു നെടുംതൂൺ. ഏത് കസ്റ്റമർ ആയാലും അവർ ദേ ആർ ആൾവേസ് റൈറ്റ്. അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ സാറിന്റെ കമ്പനിയായിട്ട് എത്ര തോന്നും? എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം സാറ്റിസ്ഫൈ. കാരണം ഞാൻ അല്ലെങ്കിൽ എനിക്ക് ഈ 22-23 ഈ കമ്പനി കൊണ്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മളൊരു ആഫ്റ്റർ സെയിൽ സർവീസ് എന്നൊരു സംഗതിയുണ്ട്. ഒരു വാട്ടർ ടാങ്ക് കൂടുതൽ ആളിന് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 100,000 ടാങ്ക് വെള്ളം കൊടുക്കുന്ന ഒരു ടാങ്ക് കൊടുത്തു. ആ ടാങ്കിന് എന്തെങ്കിലും വന്നാൽ നമുക്ക് ലീക്കേജോ എന്തെങ്കിലും ഏത് വന്നാലും ഗ്യാരണ്ടി പീരീഡ് 5 years ഉണ്ടോ ഒരു 10 years നമ്മളത് ചെയ്ത് കൊടുക്കണം. അറ്റ് എനി കോസ്റ്റ് ഫസ്റ്റ് കോളിൽ അവനെ കൊണ്ട് രണ്ടാമത് വിളിക്കാൻ അനുവദിക്കുക. അതിൻ്റെ ജോലിക്കാരുടെ സമാനമുണ്ട്. എൻ്റെ ജോലികൾ ചെയ്യുന്ന അത് ആദ്യം ചെയ്യണം. കാരണം ബിക്കോസ് യു വിൽ ഗെറ്റ് അനദർ ജോബ് ഫ്രം ഹിം. ആ ഒരു വിശ്വാസം. ഒരാൾ പൈസ മുടക്കി ഒരു സാധനം വാങ്ങി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും വന്നാൽ ആദ്യം ചെയ്തു കൊടുക്കേണ്ട ഒരു കടമ ഒരു മാനുഫാക്ചറർ എന്ന നിലയ്ക്ക് എനിക്കുണ്ട്. എവരുടെ മോർണിംഗ് ഞാൻ വന്നാൽ ആ ഒരു കാര്യത്തിലാണ് ഏതെങ്കിലും കസ്റ്റമർ കെയർ കംപ്ലൈൻറ്റ് ഉണ്ടാകുന്ന തിരക്കും. എനിക്ക് അവരുടെ കാര്യം തിരക്കുക. പിന്നെ എടുക്കുന്ന ജോലി എടുക്കാവുന്നത് മാത്രമേ എടുക്കാവൂ. അത് ടൈം ബൗണ്ടായി ചെയ്ത് തീർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ പൈസ കിട്ടും. ഇപ്പോൾ ഒരു ജോലി എടുത്ത് 30 days ടൈം പറഞ്ഞ് നമ്മളത് 3 months കൊടുത്തിട്ട് പൈസ തരില്ല. ബിക്കോസ് ബാക്ക് ടു ബാക്ക് പേയ്മെൻറ്റല്ലേ വരുന്നത്. അവർക്ക് അതുപോലെ കിട്ടണമല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും അതനുസരിച്ച് മുമ്പോട്ട് പോകും. എടുക്കാവുന്ന ചുമടെടുക്കുക. നമ്മൾ അഴൂരിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഒരു ബാല്യകാലം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം, കാരണം ഏതൊരു മനുഷ്യൻ്റെ വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു മോൾഡ് ചെയ്ത് ഇത്രയും സാർ പറഞ്ഞു ഇത്രയും ഡെവലപ്പ് ചെയ്യാൻ സാറിന് ഒരു പ്രചോദനമായത് സാറിൻ്റെ ബാല്യകാലമാണ്. ഞാൻ കുട്ടിയിലെ ഹാർഡ് വർക്കായിരുന്നു. അത് പറഞ്ഞാൽ പാടില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ പറയാം. കാര്യം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ സൗകര്യങ്ങളുള്ളൊരു വീട്ടിൽ നിന്ന് വന്നവനാണ്. വളരെ പരിമിതമായ. ഇന്നെനിക്ക് പറയാം. കാരണം ഞാനത് മറയ്ക്കാൻ പാടില്ല. ഞാൻ ഉച്ചവരെ പണി, എനിക്കന്ന് ഷിഫ്റ്റുള്ള സ്കൂളിലാണ് പഠിച്ചിരുന്നത്. കാലത്ത് വരെ ജോലിയും ഉച്ചയ്ക്ക് സ്കൂളിൽ പോകും. സ്കൂളിൽ പോയതിനു ശേഷം പിന്നെ എന്തെങ്കിലും പണി ചെയ്യും. കുട്ടിക്കാലത്ത് എനിക്ക് എന്തെങ്കിലും പണി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വളർന്നൊരു സാഹചര്യത്തിൽ വളർന്നുകൊണ്ട് എനിക്ക് എവിടെയും തളരേണ്ടി വന്നിട്ടില്ല. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം? മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ ആണ് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചത്. കാരണം എൻ്റെ 6 മാസം ആവുന്നതിന് അച്ഛൻ സിംഗപ്പൂരിൽ പോയല്ലേ. പിന്നെ അമ്മയും ഞാനും മറ്റേ 8 കൊല്ലം ജീവിക്കുന്നത്. ഈ 8 കൊല്ലം ജീവിതത്തിൽ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലം അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് ജീവിച്ച അമ്മയാണ്. അപ്പോൾ ആ ഒരു ബന്ധത്തിൽ എൻ്റെ അമ്മയും ഞാനും, പിന്നെയാണ് എൻ്റെ അനിയനുണ്ടാകുന്നത്, പിന്നെ എൻ്റെ സഹോദരിയാണ്. അമ്മ ഞങ്ങൾ എന്നെ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്ത് വളർത്തിയ അമ്മയാണ്, അച്ഛനല്ല. അമ്മയും അമ്മയുടെ അച്ഛനും. അമ്മ അന്ന് എന്നെ അത്രയും ശാസിച്ച് വളർത്തിയോണ്ട് എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടായി. അത് കഴിഞ്ഞ് പക്ഷേ എൻ്റെ അമ്മ ഭാഗ്യമുള്ളവരാണ്, വളരെ ഭാഗ്യമുള്ള സ്ത്രീയായിരുന്നു. കാരണം അച്ഛൻ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞ് നേരെ അച്ഛൻ ബ്രിട്ടീഷ് സബ്ജക്റ്റായിരുന്നു. അങ്ങനെ ലണ്ടനിൽ പോയി. അപ്പോൾ എൻ്റെ സഹോദരി ലണ്ടനിൽ പോയി. അവരെല്ലാം അവിടെ. അപ്പോൾ എനിക്ക് 18 വയസ്സ് കഴിഞ്ഞ് പോയി. എനിക്ക് പോകാൻ ഒക്കില്ല. അപ്പോൾ അമ്മ അവിടെ പോയി.
അമ്മ കഴിഞ്ഞ വർഷം ഇപ്പോൾ ഒരു വർഷമാകുമ്പോൾ മരിച്ചു. 8 മാസത്തിന് മുമ്പ് അമ്മ ലണ്ടനിൽ വെച്ചാണ് മരിക്കുന്നത്. അവിടെയായിരുന്നു ഒരു ജീവിതം. അവർക്കെല്ലാം ഫുൾ ഫെസിലിറ്റി ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ അതാണ് നമ്മൾ പറയുന്നത്. എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഈ പറഞ്ഞ അഴൂരിലെ കടകം സ്ഥലത്ത് കയർ വിരിപ്പായിരുന്നു പണി. കയർ വിരിക്കാൻ നമ്മൾ പെരുമാററിയാമല്ലോ. ആ ഒരു കയറത്തൊഴിലാളിയുന്ന സ്ത്രീ ലണ്ടനിലെത്തി, അവിടുത്തെ പെൻഷൻ വാങ്ങിച്ചു, ഫുൾ സെക്യൂരിറ്റി. എത്രയോ വർഷം അവർക്ക് ഇതുണ്ടായിരുന്നു, സോഷ്യൽ സെക്യൂരിറ്റി സർവീസ് കിട്ടി. ലണ്ടനിൽ നല്ല ജീവിതം നയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോഴും സുഖമായിട്ട് 86-ാമത്തെ വയസ്സിൽ മരിച്ചു. ഓർമ്മ വെച്ച കാലം കഴിഞ്ഞിട്ടാണ് അച്ഛനെ കാണുന്നത്. ആദ്യം എൻ്റെ അച്ഛനെ കാണുന്നത് എങ്ങനെ വെച്ചാൽ, അച്ഛൻ 6 മാസത്തിൽ എനിക്ക് ഓർമ്മയില്ല. അച്ഛനാണ് 8 വർഷം കഴിഞ്ഞ് ഞാൻ സിംഗപ്പൂരിൽ നിന്ന് വരികയാണ്. അച്ഛനെ കാണാനായിട്ട് ഞാൻ എവിടെ പോകുന്നറിയാം. 8 വർഷം ആയപ്പോഴത്തേക്ക് ഞാൻ കടയ്ക്കാവൂർ സ്റ്റേഷനിൽ അന്ന് മെയിൽ നിർത്തു. ഞാൻ അവിടെ വന്നു, അച്ഛനെ കാണാൻ പോയി. അപ്പോൾ ഈ അച്ഛനാരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അച്ഛനെ കണ്ടില്ല. അച്ഛനെ കാണാൻ വഞ്ചേരി ഞാൻ അവിടെ ചെന്നു, വണ്ടി വന്നു. അന്ന് മെയിലിൽ ഇഷ്ടം പോലെ സിംഗപ്പൂർക്കാർ വരെയാണ്. ഞാനവിടെ നിന്ന് ആരാണ് ഇപ്പോൾ നമ്മൾ കാണാമെന്നാണ് അറിയാൻ പോയത്. ഇത് ചെന്നവരെ മടത്തരങ്ങൾ അച്ഛനെ കാണാൻ പോയാണ്. ഞാനവിടെ തന്നെ നിന്ന്. പക്ഷെ അച്ഛനെ കണ്ടുപിടിച്ചു. അച്ഛൻ വന്നെ വിളിച്ചു. കാര്യം ഇങ്ങനെ കണ്ട് അച്ഛൻ നോക്കിക്കണേ വരാൻ പറഞ്ഞു. നീ ഇന്നാരല്ലേ? ആ ശരി. അങ്ങനെ അച്ഛൻ വണ്ടി കയറ്റി കൊടുത്തു. അങ്ങനെ പിന്നെ അച്ഛൻ ഒരു 3 മാസം കഴിഞ്ഞ് പോകും. പക്ഷെ അച്ഛൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് നമുക്ക് ഈ കഷ്ടപ്പാടൊന്ന് ഉയരാൻ കഴിഞ്ഞു. ഈ ഷാർജയിൽ ഈ ചെയറിൽ ഇരിക്കാനുള്ള യഥാർത്ഥ കാരണം അച്ഛൻ നിന്ന് കിട്ടിയ അച്ഛൻ്റെ മോട്ടിവേഷൻ. അച്ഛൻ്റെ സുഖം നോക്കാതെ ഫാമിലിക്ക് വേണ്ടി ജീവിച്ചു. ഈവൻ അച്ഛൻ എനിക്ക് ചെയ്യുന്നത് വലിയ ഉപകാരം എന്ന് വെച്ചാൽ, ഞാനിവിടെ വന്ന് കഷ്ടപ്പെട്ടുകൊണ്ട് കിട്ടിയ പൈസകൾ കംപ്ലീറ്റ് അച്ഛൻ ശേഖരിച്ചിട്ട് നെടുമങ്ങാട് പോയി അവിടെ റബ്ബറെല്ലാം വാങ്ങിച്ചു. അവിടെ റബ്ബർ വാങ്ങിച്ച് വലിയൊരു എസ്റ്റേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു 35-40 ഏക്കർ ഒറ്റ ലോട്ടിൽ നിന്ന് എനിക്ക് മാത്രമേ നെടുമങ്ങാടുള്ളൂ. അത് അച്ഛൻ്റെ അച്ഛമായി തന്നതാണ്. അച്ഛൻ്റെ കഴിവാണത്. ശരിക്കും സാറിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ഈ പ്രവാസ മണ്ണിൽ, ജീവിതത്തിൻ്റെ 3/4 പങ്കും ഈ പ്രവാസ മണ്ണിലായിരുന്നു. യെസ്. ഈ ഒരു പക്ഷേ ഈ രാജ്യത്തിൻ്റെ വളർച്ച ഓരോ നിമിഷങ്ങളും സാർ കണ്ടു വളർന്നു. ഈ ഷാർജയിൽ ഞാൻ ആദ്യം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പറയാമായിരിക്കും, ഈ റോള എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 4 കടയും ഉണ്ടായിരുന്നു. ഇവിടെ ആകെ ഉണ്ടായി റോളയിൽ, ഇന്ന് കാണുന്ന റോളയിൽ. അന്ന് നിങ്ങൾ ഈ അൽഖാൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് കഴിഞ്ഞാൽ 2 ബിൽഡിങ്ങാണ് അന്നുള്ള. ഒന്ന് പവാസ് റെഫ്രിജറേഷൻ, അവർക്കൊരു കടയുണ്ടായിരുന്നു അവിടെ, പവാസ് റെഫ്രിജറേഷൻ. അത് കഴിഞ്ഞാൽ മദർ കേറ്റ്, അവിടെ ഒരു കമ്പനി ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം ബ്ലാങ്കാണ്. പിന്നെ ഉള്ളൊന്ന് ഷീബ ഹോട്ടലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ഈ റോള. അന്നിവിടെ ഈ റോളയിൽ നമ്മൾ ഫിഷ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ കിടന്ന മീൻ വാങ്ങുന്നത്. അത്രയ്ക്ക് വൃത്തിയിട്ട സ്ഥലമായിരുന്നു. അതെല്ലാം അവർ സ്വർഗ്ഗഭൂമിയാക്കില്ലേ. എവിടെ നിന്ന് വന്ന് എവിടെ നിൽക്കുന്നു ചോദിച്ചാൽ നമ്മൾ അവരെ തല കുനിച്ചു പോകും. അത്രത്തോളം അതാണ് ഒരു രാഷ്ട്ര നേതാവിൻ്റെ കഴിവ്. 1972 ഒരു ഫെബ്രുവരി മാസം 28-ാം തീയതി ദുംറ എന്ന ഷിപ്പിൽ ദുബായ് പോർട്ടിലേക്ക് വന്നിറങ്ങുമ്പോൾ സാർ ആഗ്രഹിച്ചിരുന്നോ അല്ലെങ്കിൽ സ്വപ്നം കണ്ടിരുന്നോ ഇതുപോലെ ആയിത്തീരുമെന്ന്? ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇവിടെ വരുമ്പോഴത്തേക്ക് എന്തിനാണ് വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ശൈലി അതായിരുന്നു. എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ വന്നു, നമ്മളെ കൂട്ടുകാരെല്ലാം കണ്ടു. അന്നൊക്കെ നമുക്കെല്ലാം ഒരു 5 വർഷം നോക്കാം. കാരണം നമുക്കെല്ലാം അന്ന് ഭയമായിരുന്നു. UAE എന്ന് പറഞ്ഞ സാധനം കൂടി വന്നാൽ 10 വർഷം കഴിയുമ്പോൾ പെട്രോൾ തീർന്നു, ഇവിടെ എല്ലാം തീർന്ന ആൾക്കാർ ഇതായപ്പോൾ പറഞ്ഞു. ഇതായിരുന്നു നമ്മൾ പഠിച്ചു വെച്ചിരുന്നത്. പക്ഷേ ആ ദൈവത്തിനൊക്കെ കൊണ്ട് ഇവിടെ ഒരു കുഴപ്പമില്ല. ഈ ലോകം അവസാനം വരെ ഇതിങ്ങനെ തന്നെ പോകും. ജീവിതം വലിയൊരു യാത്രയാണ്. നീണ്ട 42 വർഷത്തെ ജീവിതം. ഈ യാത്ര സഫലമാണോ സാർ? ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഇന്ന് വരെ, ഈ നിമിഷം വരെ ഞാൻ സന്തോഷം, ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഫാമിലിപരമായിട്ടും വളരെ സംതൃപ്തനാണ്. എൻ്റെ കുടുംബവും എൻ്റെ കുട്ടികളും അതുപോലെ തന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സഹായത്തിലാണ് നമ്മളെല്ലാവരും സന്തോഷമായിട്ട് കഴിയുന്നവരാണ്. മുന്നോട്ടുള്ള യാത്രയും ഒരുപാട് നന്മകൾ സർവേശ്വരൻ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം സാർ തിരക്കേറിയ സമയത്ത് ഇങ്ങനെ ഒരു അഭിമുഖം നൽകിയത്. താങ്ക് യു വെരി മച്ച്. എന്നാലും ഇതെടുത്ത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ക്യാമറയെ ഫേസ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചൊരു കാര്യമല്ല. ഈ 42 വർഷത്തിനിടയ്ക്ക് ഫസ്റ്റ് ഡേ അതിൻ്റെ കാരണം ഐ ഡോണ്ട് വാണ്ട് ടു എക്സ്പോസ് മൈ ലൈഫ്, ബട്ട് ഐ ഹാവ് ടു ഡു വൺ ടൈം ദാറ്റ് ഐ ഡിഡ് നൗ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എന്ത് പ്രത്യേകതയാണ് സാറിന് തോന്നിയത്? എനിക്ക് ഞാൻ റഫീഖിൽ കണ്ട ഒരു വലിയ ഗുണമെന്ന് അറിയാം. ബിക്കോസ് യു ആർ ചേസിങ് അപ്പ് എവറി ടൈം. ഞാൻ എപ്പോഴും ഒഴിഞ്ഞു മാറുമ്പോൾ പിന്നെ നിങ്ങൾ വിളിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു കാലിനെ ഞാൻ എൻകറേജ് ചെയ്യേണ്ട ഒരു കടമ എനിക്കുണ്ട്. താങ്ക് യു വെരി മച്ച്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഞാൻ പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.